ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശാലിനിയുടെ രണ്ട് മക്കളും രണ്ടിടത്താണെങ്കിലും ഇപ്പോൾ ഒരാൾ അച്ഛൻ്റെ അടുത്തും ഒരാൾ അമ്മയുടെ അടുത്തും ഭദ്രമാണ്. അന്ന് ചെയ്ത ആ സത്യത്തെപ്പറ്റി ആലോചിച്ച് വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ് വിഷ്ണു. പിറ്റേ ദിവസം ശാലിനി കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ശാലിനി വിഷ്ണുവിനെ കുറിച്ച് തന്നെ ആലോചിച്ച് പോവുകയാണ്. ജഗദീപ് പറഞ്ഞ ഓരോ വാക്കുകളും ശാലിനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു, കാണണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ വിഷ്ണുവേട്ടാ? കാണാൻ എൻ്റെ കണ്ണ് കഴയ്ക്കാണ്, നെഞ്ച് വിങ്ങുകയാണ്. പക്ഷേ ഈ സമയം വിഷ്ണു ജീപ്പ് കേടായി വഴിയരികിൽ കിടക്കുകയാണ്. അതേ വഴിയിൽ കൂടിയാണ് ശാലിനിയും പോകുന്നത്. വിഷ്ണു തൻ്റെ വണ്ടി ശരിയാക്കുന്നത് ശാലിനി കാണുന്നു. അങ്ങനെ ഒരു നോക്ക് കാണാൻ ശാലിനിക്ക് പറ്റുകയാണ് വിഷ്ണുവിനെ. പെട്ടെന്ന് കാർ നിർത്താൻ ശാലിനി ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് വിഷ്ണുവിനെ നോക്കുകയാണ് ശാലിനി. വിഷ്ണുവിനെ കണ്ടപാടെ ശാലിനി ഡോർ തുറന്നിറങ്ങി പോകാൻ തുടങ്ങിയപ്പോൾ അന്നത്തെ ആ സത്യത്തെപ്പറ്റി ആലോചിക്കുകയാണ് ശാലിനി. വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ കണ്ടതുമില്ല. ആ സത്യത്തെക്കുറിച്ച് ആലോചിച്ച് ഡോറ് വലിച്ചടച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് ശാലിനി. എന്തിനാണ് കാറ് നിർത്താൻ പറഞ്ഞതെന്ന് ഡ്രൈവർ ചോദിക്കുന്നുണ്ട്. അത് രാമേട്ടനെ കാറ് നന്നാക്കാൻ അറിയാമോ എന്ന് ശാലിനി ചോദിക്കുന്നു. ഈ ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാനൊരു മെക്കാനിക്കായിരുന്നു മോളെ. ഒരു കാർ വർക്ക്ഷോപ്പിലാണ് ജോലി ചെയ്തിരുന്നത്. എങ്കിൽ അയാളെ ഒന്ന് സഹായിക്കാമോ എന്ന് ശാലിനി ഡ്രൈവറോട് പറയുന്നു. കുറേ നേരമായിട്ട് കഷ്ടപ്പെടുകയാണെന്ന് തോന്നുന്നു, അതിനെന്താ, ഞാൻ സഹായിക്കാമല്ലോ എന്ന് ഡ്രൈവർ. അങ്ങനെ അദ്ദേഹം വിഷ്ണുവിനരികിലേക്ക് പോകുന്നു. അത്രയും നേരം കൂടി വിഷ്ണുവിനെ കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് വിഷ്ണു തൻ്റെ ടവൽ എടുത്തിട്ട് കൈ തുടയ്ക്കായിരുന്നു. എന്നിട്ട് തൻ്റെ പോക്കറ്റിലേക്ക് വെച്ച സമയം കൊണ്ട് ആ ടവൽ താഴെ വീഴുന്നുണ്ട്. അത് ശാലിനി കാണുന്നു. ഈ സമയത്ത് ഡ്രൈവർ അവിടേക്ക് വന്ന് വിഷ്ണുവിനോട് ചോദിക്കുന്നു, ഞാൻ സഹായിക്കണോ മോനെ? കുറച്ച് കാർ മെക്കാനിക്സൊക്കെ എനിക്കറിയാം, എന്നാ ഒന്ന് നോക്കാം. വണ്ടി പെട്ടെന്ന് ഓഫായി പോയി, എന്താണെന്ന് അറിയില്ല എന്ന് വിഷ്ണുവും പറയുന്നു. അങ്ങനെ അദ്ദേഹം അത് പരിശോധിക്കുകയാണ്. ഇതെല്ലാം ശാലിനി കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാനും പറയുന്നു. വിഷ്ണു വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നു. വണ്ടി സ്റ്റാർട്ടായി. വിഷ്ണുവിന് സന്തോഷമായി. താങ്ക്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് നന്ദി എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ ഡ്രൈവർ പറയുന്നു, താങ്ക്സ് എനിക്കല്ല, ആ മേഡത്തോടാണ് നന്ദി പറയേണ്ടത്. അങ്ങനെ വിഷ്ണു അങ്ങോട്ടേക്ക് നോക്കുന്നു. മേഡമോ എന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ ഡ്രൈവർ പറയുന്നു, ആ മേഡമാണ് കാറ് നിർത്തിച്ച് മോനിയൊന്ന് സഹായിക്കാൻ പറഞ്ഞത്. ഞങ്ങളുടെയൊക്കെ മേഡമാണ്, പക്ഷേ എനിക്ക് മോളെ പോലെയാ എന്ന് ഡ്രൈവർ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു, എന്നാ ഞാൻ നേരിട്ട് കണ്ട് നന്ദി പറഞ്ഞേക്കാം. അങ്ങനെ വിഷ്ണു ഡോറ് തുറന്നിട്ട് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്നു. ടെൻഷനോടെ ഇരിക്കുകയാണ് ശാലിനി. പെട്ടെന്ന് ശാലിനി ഗ്ലാസ് ഇടുന്നു. ഈശ്വര, വിഷ്ണുവേട്ടൻ എന്നെ ഇപ്പോൾ കാണുമല്ലോ എന്ന് ഓർക്കുകയാണ് ശാലിനി. ഡ്രൈവർ വണ്ടിയിൽ കയറി. വിഷ്ണു ശാലിനിയുടെ കാറിന് അടുത്തേക്ക് വന്നപ്പോൾ വിഷ്ണുവിൻ്റെ ജീപ്പ് കിടക്കുന്ന ആ ഭാഗത്തൊരു പോലീസുകാരൻ വന്നിട്ട് പറയുന്നു, ഹലോ, ഈ വണ്ടി നിങ്ങളുടെയാണോ എന്ന്. പെട്ടെന്ന് ഇതൊന്ന് എടുത്ത് മാറ്റണം, ഇതുവഴി ഗവർണർ വരുന്നുണ്ട്. അതുകൊണ്ട് വിഷ്ണുവിനെ ശാലിനിയെ കാണാനും സാധിച്ചില്ല. വിഷ്ണു തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നു. ഈ സമയം കൊണ്ട് ശാലിനി അവിടെ നിന്ന് പോകുന്നു. വിഷ്ണുവിൻ്റെ കർച്ചീഫ് അവിടെ കിടക്കാണ്. അയ്യോ പോയോ, ഒരു നന്ദി വാക്ക് പോലും പറയാനായില്ലല്ലോ. എന്നാലും അത് ആരായിരിക്കും? കാർ നിർത്തി എന്നെ സഹായിക്കാൻ മനസ്സ് കാണിച്ച ആ മേഡം എന്ന് വിഷ്ണു ഇങ്ങനെ വണ്ടിയിലിരുന്ന് ആലോചിക്കുന്നു. വണ്ടിയിലിരുന്നും ശാലിനി വിഷ്ണുവിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്നു. വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും താഴെ പോയ ആ ടവലിനെ പറ്റി ഇപ്പോൾ ഒന്ന് ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഡ്രൈവറിനോട് ഒന്ന് തിരിച്ചു പോകണമെന്ന് ശാലിനി പറയുന്നു. ഈ സമയം കൊണ്ട് വിഷ്ണു ഇവിടെ നിന്ന് പോവുകയും ചെയ്തിരുന്നു. ശാലിനി വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് ആ ടവല് വന്നെടുത്തു. അതെടുത്തിട്ട് അതൊന്ന് മണപ്പിച്ച് ആ മണം തൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് ശാലിനി. തൻ്റെ വിഷ്ണുവിൻ്റെ മണം. വിഷ്ണുവേട്ടൻ്റെ കൺമുന്നിൽ വരാൻ പറ്റിയില്ലെങ്കിലും വിഷ്ണുവേട്ടൻ്റെ ഓർമ്മകൾ ഞാൻ ഈ ഗന്ധത്തിനൊപ്പം കൊണ്ടുപോകുന്നു എന്ന് വിചാരിച്ച് ശാലിനി ആ ടവൽ എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ രാത്രി വിഷ്ണു ഇങ്ങനെ അന്ന് ശാലിനിയുടെ കാലിൽ നിന്ന് പോയ പാദസരം എടുത്തു വെച്ച് ഇങ്ങനെ നോക്കുകയാണ്. ആ പാദസരത്തിൽ നോക്കി വിഷ്ണു പറയുന്നു, ശാലിനി എവിടെയാടോ താൻ? വർഷം 6 കഴിഞ്ഞു. എൻ്റെ കാഴ്ചവെട്ടത്തിൽ നിന്ന് താൻ എങ്ങോട്ടാടോ പറന്നുപോയത്? ഇതേ സമയം ശാലിനിയും ആ തൂണിൽ ചാരി ഇരുന്നു കൊണ്ട് ടവലും എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ആ ടവൽ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. സത്യഭാമയുടെ സത്യത്തിനെ പറ്റിയും വീണ്ടും ആലോചിച്ചിങ്ങനെ കരയുകയാണ് ശാലിനി. വിഷ്ണുവേട്ടാ എന്ന് പറഞ്ഞിങ്ങനെ ശാലിനി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. വിഷ്ണുവും ഇതേ സമയം ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് കുഞ്ഞു വന്നിട്ട് പപ്പിമോള് വന്നിട്ട് വിഷ്ണു വെച്ചാ ആരുടെ ഈ കൊലുസെന്ന് ചോദിക്കുന്നത്. അത് വിഷ്ണുവേട്ടനെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളുടെയാണെന്ന് വിഷ്ണു. ആളിപ്പോൾ എവിടെയാണെന്ന് പപ്പി ചോദിക്കുന്നു. അറിയില്ല എന്നെ വിഷ്ണു. അറിയില്ല എന്നൊക്കെ പപ്പി പറയുന്നു. പപ്പിമോൾക്ക് എപ്പോഴാണ് ആ ആളെ ഒന്ന് കാണാൻ സാധിക്കുന്നത് എന്നെ പപ്പി പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു, ആൾ വന്നാലുടൻ പപ്പിമോളെ കാണിച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പപ്പി എടുത്ത മടിയിൽ വെച്ചിട്ട്
സ്നേഹത്തോടെ ഇരിക്കുകയാണ് വിഷ്ണു. പപ്പി പറയുന്നു, വിഷ്ണു അച്ഛൻ വിഷമിക്കേണ്ട കേട്ടോ, ഉടനെ ആളിങ്ങ് വരും. നല്ല കുൽസ് അല്ലേ വിഷ്ണു അച്ഛ എന്നും പപ്പി പറയുന്നു. ഈ സമയം ശാലിയുടെ അടുത്തേക്ക് സത്യമോള് വരുന്നു. അമ്മ കരയുവാണോ എന്ന് ചോദിക്കുന്നു. ഇല്ല മോളെ എന്ന് പറഞ്ഞ് കണ്ണുനീർ തുടയ്ക്കുകയാണ് ശാലിനി. അയ്യേ അമ്മ എന്തായി കാണിക്കുന്നത്? കണ്ണീരൊപ്പാനല്ലേ കൈലേസ് എന്ന് പറഞ്ഞ് ആ കർച്ചീഫ് എടുത്തിട്ട് സത്യമോള് ശാലിനിയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുന്നു. അതേ മോളെ, ഈ കൈലേസ് തന്നെയാണ് എൻ്റെ കണ്ണുനീര് ഒപ്പേണ്ടതെന്ന് ശാലിനി. എന്തിനാ അമ്മ കരയുന്നതെന്ന് സത്യമോള് ചോദിക്കുന്നു. സങ്കടം കൊണ്ടല്ല, പക്ഷേ സന്തോഷം കൊണ്ടാലും ചിലപ്പോൾ ആൾക്കാർ കരയുമല്ലോ എന്ന് ശാലിനി. അമ്മയ്ക്ക് സന്തോഷം വന്നുകൊണ്ടാണോ കരയുന്നത്? എന്തിനാ അമ്മയെ സന്തോഷം എന്ന് സത്യമോള് പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു, അമ്മയ്ക്ക് ഇപ്പോൾ എല്ലാവരെയും തിരിച്ചു കിട്ടിയില്ലേ? അച്ഛനെയും അമ്മയെയും ചേച്ചിയെയും എല്ലാവരെയും തിരിച്ചു കിട്ടിയില്ലേ? പക്ഷേ എൻ്റെ അച്ഛൻ എവിടെ അമ്മയെന്ന് സത്യമോള് ചോദിക്കുന്നു. പെട്ടെന്ന് ശാലിനിയുടെ മുഖം വാടി. അച്ഛൻ വരുമോളെ എന്ന് ശാലിനി. എപ്പോ എന്ന് സത്യമോള് ചോദിച്ചപ്പോൾ ഉടൻ എന്ന് പറഞ്ഞിട്ട് സത്യമോളെ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് ശാലിനി. എന്നിട്ട് വീണ്ടും ശാലിനി കരയുന്നു. പിന്നീട് കാണിക്കുന്നത് രാഘവൻ സോഫയിലിരുന്ന് പത്രം വായിക്കായിരുന്നു. അവിടേക്ക് ശാന്ത വന്നപ്പോൾ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താ ശാന്തി നമ്മുടെ മുക്ക് കഴിക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന്. നമ്മുടെ കുടുംബശ്രീ ഹോട്ടലിൽ ഉണ്ടാക്കിയ ചോറും കറികളൊക്കെ തന്നെയാണ്. സ്പെഷ്യലായിട്ട് പച്ചമാങ്ങ രസം, ഇടനേരത്ത് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ വരിക്കച്ചക്ക പൊള്ളിച്ചതും. കുടുംബശ്രീക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്. ഇത് കേട്ട് ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നു, നിന്റെ ഈ വരിക്കച്ചക്കയൊക്കെ പുറത്ത് വളർന്ന കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാകുമോ ശാന്തേ? പഞ്ചാബിലും ഒറീസയിലും തമിഴ്നാട്ടിലൊക്കെ വളർന്ന കുട്ടിയാണ് മോൾക്ക്. അതൊക്കെ ഇഷ്ടമാവുമോ? മോൾക്ക് അതൊക്കെ ഇഷ്ടമാവോ? ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ദിവസം അവളൊന്ന് വലിച്ചൊരു ഏറ് കൊടുത്തിട്ട് വിശന്ന് അവിടെ ഇരുന്നിരിക്കും. ഇന്ന് ഒരു ദിവസമെങ്കിലും പുറത്തുനിന്ന് അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം വരുത്താമായിരുന്നു. അയ്യോ ക്ഷമിക്കണം, സത്യമോളുടെ ഇഷ്ടം ചോദിക്കാൻ ഞാൻ മറന്നുപോയെന്ന് ശാന്ത. ജില്ലാ കളക്ടറുടെ മോളല്ലേ അവള്, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡിലായിരിക്കണം അവളുടെ ജീവിത രീതിയും ഭക്ഷണക്രമമൊക്കെ. നിനക്കിതേപ്പറ്റിയൊക്കെ എന്തറിയാം ശാന്തയെന്ന് ഗോപാലകൃഷ്ണൻ. ശാലിയും അവിടേക്ക് വരുന്നു. ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ശാലി മോൾക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും വരുത്തട്ടെ എന്ന് ശാന്ത ചോദിക്കുന്നു. ഇപ്പോൾ ഓർഡർ ചെയ്താൽ 10 മിനിറ്റിനുള്ളിൽ കിട്ടുമെന്നും പറയുന്നുണ്ട്. സ്കൂളിലെത്താൻ വൈകുമല്ലോ ശാന്തേച്ചി, ഇന്ന് അവൾക്ക് ഫസ്റ്റ് ഡേ അല്ലേ എന്ന് ശാലിനി. എങ്കിൽ പോകുന്ന വഴിക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമോളെ എന്ന് ഗോപാലകൃഷ്ണൻ. പുറത്തുനിന്ന് എന്ത് വാങ്ങിക്കാനാ അച്ഛാ എന്ന് ശാലിനി ചോദിച്ചപ്പോൾ ഗോപാലകൃഷ്ണൻ പറയുന്നു, സത്യമോൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഭക്ഷണം കാണുമല്ലോ, പിസയോ ബർഗറോ ന്യൂഡിൽസോ അങ്ങനെ എന്തെങ്കിലും. ശാലിനി പറയുന്നു, ഇനി ഇങ്ങനെ ഉണ്ടാവരുത് ശാന്തേച്ചി എന്ന്. ഇല്ല മോളെ, ഇനി സത്യമോളോട് ചോദിച്ചിട്ട് എന്തും ഉണ്ടാക്കുമെന്ന് ശാന്തയും പറയുന്നു. സത്യയോട് ചോദിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. സത്യയോട് എന്താ കഴിക്കാൻ വേണ്ടെന്ന് ചോദിച്ചിട്ട് ഒന്നും ഉണ്ടാക്കണ്ട. ഇവിടെ എന്തുണ്ടാക്കുന്നോ അത് സത്യ കഴിക്കണം എന്ന് ശാലിനി പറയുന്നു. എന്നിട്ട് അച്ഛനോട് പറയുന്നു, അച്ഛാ സത്യ കളക്ടറിന്റെ മോളല്ല, ശാലിനിയുടെ മോളാണ്. സത്യയുടെ അമ്മ, അതായത് കളക്ടർ എന്ത് ഭക്ഷണവും കഴിക്കും, അതുപോലെ ആയിരിക്കണം അവളും വളരേണ്ടത്. പുതിയ കുട്ടികളൊക്കെ അങ്ങനെയാണോ മോളെ എന്ന് ഗോപാലകൃഷ്ണൻ ചോദിച്ചപ്പോൾ ശാലിനി പറയുന്നു, പുതിയ കുട്ടികൾ പിന്നെ എങ്ങനെയാണ് അച്ഛാ, നൂഡിൽസും ഷവർമയൊക്കെ വേണമെന്ന് പറഞ്ഞാണോ അവർ കരയുന്നത്? അവരുടെ അച്ഛനമ്മമാരൊക്കെ അതൊക്കെ കൊടുത്ത് ശീലിക്കുന്നതല്ലേ, അവർക്ക് ഇതായിരിക്കും ഇഷ്ടമെന്ന് അച്ഛനമ്മമാർ മുൻകൂർ വിധി എഴുതും. അതല്ലെങ്കിൽ മറ്റു കുട്ടികൾ അത് കഴിക്കുമ്പോൾ നമ്മളും അത് കഴിക്കണമെന്ന് പൊങ്ങച്ചുമായിരിക്കും. പിന്നെ ഭക്ഷണ രീതിയിൽ സ്വന്തം കുട്ടികൾക്ക് മുന്നിൽ ഒരു അടിമത്ത മനോഭാവമായിരിക്കും അച്ഛനമ്മമാർക്ക്. കുടുംബശ്രീയുടെ പരിസരത്തുള്ള ചക്കയും മാങ്ങയും കപ്പയും ഒക്കെ കഴിച്ചാണ് ഞാൻ വളർന്നത്. എൻ്റെ ബുദ്ധിക്കും ശക്തിക്കും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഒറീസയിലും പഞ്ചാബിലും കഴിയുമ്പോൾ അവിടുത്തെ ആഹാരം എന്താണോ അത്. ചില സ്ഥലത്ത് പോയപ്പോൾ പച്ചവെള്ളം മാത്രം കുടിച്ച് ജീവിച്ച കാലമുണ്ട്. അങ്ങനെ തന്നെ ശീലിക്കണം എൻ്റെ മകളും. കുരുത്തത് തീയിലാണെങ്കിൽ വെയിലത്ത് വാടില്ല. ഇത് കേട്ട് ഗോപാലകൃഷ്ണൻ പറയുന്നു, ശരി, നിന്റെ ഇഷ്ടം എങ്ങനെയാണോ അങ്ങനെ. സദ്യയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒന്നും ഉണ്ടാക്കണ്ട ശാന്തേച്ചി എന്ന് ശാലി. നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ തന്നെയാണ് മോളെ. സത്യമോൾക്കുള്ളതിൽ അല്പം എരിവ് കുറച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഇത് കേട്ട് ശാലി പറയുന്നു, നാളെ മുതൽ അതും വേണ്ട. എരിവും പുളിയൊക്കെ ചെറുപ്പത്തിലെ കഴിച്ച് ശീലിക്കണ്ടേ കുട്ടികള്? അല്ല, അവളിവിടെ സ്കൂളിൽ പോകാൻ വേണ്ടി വലിയ ഉത്സാഹത്തിലായിരുന്നു. സത്യമോളെ എന്ന് ശാലിനി വിളിക്കുന്നു. ശാരദാമ്മയോടൊപ്പം സത്യമോൾ അവിടേക്ക് വന്നു. എന്നിട്ട് പറയുന്നു, സത്യ എന്താ അമ്മ ഇത്? എന്നിട്ട് അവൾ അവിടേക്ക് ഓടി വന്നു. എപ്പോഴും വിളിക്കും സത്യ എന്ന്. എന്നാൽ ശരിക്കുള്ള സത്യ കാണിച്ചു തരാൻ പറഞ്ഞാൽ അത് കാണിക്കില്ല. എനിക്ക് എന്തിനാ സത്യ എന്ന് പേരിട്ടത്? കേൾക്കുന്നവർ വിചാരിക്കും സദ്യ ഉണ്ണാൻ വിളിക്കുന്നതാണെന്ന്. ശാരദാമ്മ പറയുന്നു, മോളെ അതിനൊരു കാരണമുണ്ട്. അതെ. ഇത് കേട്ട് ശാലിനി പറയുന്നു, മോളുടെ അച്ഛമ്മയുടെ പേരല്ലേ സത്യ? അമ്മയ്ക്ക് അച്ഛമ്മയോടുള്ള ഇഷ്ടം കൊണ്ടാ മോക്ക് സത്യാമ്മ എന്ന് പേരിട്ടത്. എന്നാ എൻ്റെ അച്ഛമ്മ എനിക്ക് കാണിച്ചതാ എന്നെ സത്യ പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നുണ്ട്, കാണിച്ചു തരാം മോളെ എന്ന്. ഇത് തന്നെയല്ലേ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് സത്യ. മോള് നോക്കിയേ, ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ മോള് കണ്ടില്ലേ?
ഇതുപോലെ ഒരു ദിവസം അച്ഛമ്മയും കാണാം. ഇടയ്ക്കേട്ട് സത്യ ചോദിക്കുന്നു അച്ഛനെയോ എന്ന്. അങ്ങനെ അത് കേട്ടപ്പോൾ വിഷമത്തോടെ ഇരിക്കുകയാണ് ശാലിനിയും ബാക്കിയുള്ള എല്ലാവരും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.